ശ്രീ കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഇന്ന് ഏകാദശ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായം രാജാവിന് ദ്രുമിലൻ എന്ന് പറഞ്ഞിട്ടുള്ള നവയോഗികളിലുള്ള ഒരാൾ ഭഗവാന്റെ അവതാര മഹിമകളും അവതാരങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാരസാഗരീണം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. രഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംവരം തം നമാമി ഹരിംവരം. ഓം തത്സത്. ശ്രീമദ് ഭാഗവതം വന്ദന ശ്ലോകം. ജന്മാദസ്യേതോന്നയാദിതരതശ്ചാത്യേഷ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഖ്യന്തി യത്സൂനയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാമ്നാസേന സദാ വിദഗ്ധകുഹകം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോജിതകൈതവോത്രപരമോ നിർമത്സരാമാ സദാ വേദ്യം വാസ്തവമത്രവസ്തുശിവം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംവാപരീശ്വര സത്യോ വിദ്യവരുത്തതേ പ്രകൃതി ശുശ്രൂഷുവിത്വക്ഷമാ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഓം തത്സത്. പരമാത്മനേ നമഃ. ഓം തത്സത്. നാരദ സ്തുതി. ഭൂമിദേവി നാരദനെ സ്തുതിക്കുന്ന ഭാഗം. ജയതി ജഗതി മായ യസ്യ കായാദിതസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ. ധ്രുവപദമവിയാതു യത്കൃപാദോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുച്ചരണങ്ങളിൽ ഏകാദശ സ്കന്ധത്തിലെ 4ാം അധ്യായം. ഓം തത്സത്. അത ഏകാദശ സ്കന്ധ 4ാധ്യായ. രാജോവാച യാനി യാനീഹ കർമാണി ദേവീ സംസരി ജന്മഭി ചക്രീ കരോതി കർത്താവാ ഹരിസ്ഥാനി ബ്രുവന്തുന. ഓം ശ്രീകൃഷ്ണായ നമഃ. ദ്രുമിളാ ഉവാച യോ വാ അനന്തസ്യ ഗുണാനന്ദ അനുക്രമിഷ്യൻ സതു ബാലബുദ്ധി രജാംശി ഭൂമിർഗണയേ കദഞ്ചിത് കാലേന നൈവാഗിര ശക്തിധാംനാ. വാസുദേവായ ഉദയദാ പഞ്ചവിരാത്മസൃഷ്ടേ പുരം വിരാജം വിരജയ്യ തസ്മിൻ സംശേനവിഷ്ടപുരുഷാഭിധാനം അവാവനാരായണ ആദിദേവ. യദ്ഗായേഷ ഭുവനത്രയ സന്നിവേശോ യസ്യേന്ദ്രിയൈസ്തനു ഹൃദാ മുക്തേന്ദ്രിയാണി
वासुच्चरदधिरजसास्य सर्गे विष्णुस्थितो मृदुपतिर्द्विजधर्मसेतु रुद्रोऽप्ययाय तमसा पुरुषस्य आद्य इत्युद्भवस्थितिलया सततं प्रजासु धर्मस्य दृष्टदुरिष्टमूर्त्यां नारायणो नरऋषिपरप्रशान्त नैकर्म्यलक्षणमुवाच चचार कर्म योध्याविचाक्षुवैद्यनिषेवितङ्ग्री इन्द्रो विसङ्गे मम धाम जिद्वृक्षदीदे कामन् कामन्ययुक्तसगणं स वदद्युताख्यं यत्त्वाक्षरोगण वसन्तसमन्दवादे श्रीवृषणोद्भिद्विधृतन्वजिज्ञा ॐ श्रीकृष्ण परमात्मने नमः। विज्ञाय सत्कृतप्रमादिदेव प्राकप्रगस्य गतविस्मय एजमानान् मापैश्च भो मदनमारुत देवबद्धो कृष्णीतनो बलिमनु अशून्यमिमं कुरुध्वम् इत्थं ब्रुवत्य वैदे नरदेवदेवा सम्प्रीडनम्रशिरस सघृणं तमूजु नैदल्विभो त्वयि परे विगुदे विचित्रं स्वारा मदीरनिगरानदपादपद्मे त्वं सेवदां सुरकृदा बहुवोन्दराय सौगो विलङ्घ्य परमं व्रजतां पदं ते नान्यस्य कर्षिषि बलिं ददत स्वभागान् दते पदं त्वमविदाय चुत्रुट्रिकालगुणमारुतजेहृदैष्ण्या अस्मानपानजलधीरनदीतीरपेचित् क्रोधस्य यान्विप्पलस्य वशं पदे गोर्मज्जन्ति दुश्चरतपश्च मृदो सृजन्ति इति प्रकृतं तेषां स्त्रियोत्यद्भुतदर्शना दर्शयामास शोषां स्वस्तिदा कुर्वती विभु ते देवानुचरा दृष्ट्वा श्रियगिरिव रूपिणी गन्धेन मुकुरुस्था सा രൂപൗദാര്യഹതശ്രിയാ. ഭഗവാന്റെ ഓരോ അവതാരങ്ങളുമാണ് പറയുന്നത്. താനാഗദേവദേവേശ പ്രണതാൻ പ്രഹസന്നിവ ആസാമേകതാം രൂപം സവർണാം സ്വർഗഭൂഷണാം ഔമിത്യാദേശമാദായ നത്വാതം സുരവന്ദിന ഉപസി അപ്സരശ്രേഷ്ഠാം പുരസ്കൃത്യ ദിവം യയു ഇന്ദ്രയാനമ്യ സദസി ശൃണ്വതാം ത്രിദിവൗകസാം ഊർജ്ജോന്നാരായണബലം ശത്രസത്രാസവിസ്മിതാ. ഹംസരൂപത്തിൽ വന്ന് ഋഷഭദേവന് അനുഗ്രഹം നൽകിയതും ഋഷഭദേവന്റെ കുമാരന്മാർക്ക് ഹംസരൂപത്തിൽ വന്ന് ഭഗവാൻ ഉപദേശം നൽകിയതാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. ഹംസസ്വരൂപവതച്യുത ആത്മയോഗം ദത്തകുമാര ഋഷഭോ ഭഗവാൻ പിതാന വിഷ്ണു ശിവായ ജഗതാം കലയാവതീർണ गुप्तोप्यये मनुरिळौषधयश्च माल्स्ये कौडेहदो दिदिज उद्धरदम्भसस्मा कर्मे दुदोद्रियम्यतो नधने स्वपृष्टे ग्राहात्वन्नमभिराजममुञ्जदात्तम् संस्तुनादोऽब्धि परिदान् श्रवणानृषीम्बा शक्रञ्च वृत्रवदस्तमसि प्रविष्टं देवश्रियो सुरगृहे विहिता अनाथा जज्ञो सुरेन्द्र अभयाम जज्ञे सुरेन्द्र अभयाम सदां നൃസിംഹരൂപവും മറ്റുള്ള ഭഗവാന്റെ അനേക അവതാരങ്ങളാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിച്ചത്. ദേവാസുരേർവിജദൈത്യപതിം സുരാത്തെ അത്വാന്തരേഷു ഭുവനാന്യകലാഭി ഭൂത്വാത വാമന ഇമാമ അരത്ബലേഷ്മാം ജിജ്ഞാസലേന സമധാകവിദേ സുരേഭ്യ വിക്ഷത്രിയാമൃതകാം ച വിക്ഷിപ്തകൃതോ രാമസ്തു വൈകലകുയാഭ്യേ ഭാർഗവാഗ്നി സോഭീംബന്ധകശവക്രമാസുരംഗം സീതാപതിർജേതി ലോകമരത്നകീർത്തി ഭൂമേർഭാരാവതാനായ പിതൃഷ്വജന്മ ജാതർക്കവിശ്വസുരേരവിദുഷ്കരാണി വാദേവി മോഹയതി യജ്ഞ ഹൃദോദഗർഭാൻ ശൂദ്രാൻ കലോക്ഷിഭുജോ നിഹനിഷ്യതന്തേ एवं विधानि कर्माणि जन्मानि च जगत्पते भूरीणि भूरि यशसो
വർണ്ണിതാനി മഹാഭുജ. ഓം തത്സത്. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതായാം ഏകാദശസ്കന്ധേ ചതുർത്ഥോധ്യായം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയിരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗവത സപ്താഹം ഭാഗവത കീർത്തനത്തോടുകൂടി ഭഗവാൻ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. പദ കമല കൃഷ്ണ കങ്കണ കരയുഗള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത. ഗതിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ജയയാ പാലയ ദാമോദര തുളസീ ദാമോദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനകരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. ഭൂതാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരു മാധവ മുനിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീ വിഷ്ണു ഭുജംഗപ്രയാഗം ശങ്കരാചാര്യ വിരചിതത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ സത്കാരത്തിൽ സമർപ്പിക്കുകയാണ്. ഓം വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീ